കർത്താവിലാസിൻ ജോജി ലൈനിലുണ്ടോ? ഉണ്ട് പാസ്റ്റർ. Okay. Are you able to share? I'm going to try. Okay. Thank you. Right. Yes. Okay. കർത്താവേ, Thank you. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്തിനായി കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ കർത്താവേ, ഒരു കാലത്തും കർത്താവേ നീ ഞങ്ങൾക്ക് ചെയ്യുന്നതായ ആ പ്രാഗൽഭ്യത്തെയും കർത്താവേ, ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയെയും കർത്താവേ, ഹല്ലേലൂയ, എന്റെ സന്തതിയിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും കർത്താവേ ഒരിക്കലും ഞങ്ങൾക്ക് വ്യതിചലിച്ചു പോകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്നവരെ കർത്താവേ, അത് സദാകാലത്തും ഞങ്ങളെ നീ സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും നീ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാകുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ശാരീരിക ക്ലേശമുണ്ട് കർത്താവേ, എങ്കിലും ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവും കർത്താവെ എനിക്ക് സാധ്യമെന്നുള്ള വാക്യത്തിന്മേൽ, ആ വചനത്തിന്മേൽ വടിയുറച്ച് കർത്താവെ, ഹല്ലേലൂയ ഞാൻ നിൽക്കുന്ന കർത്താവെ, ശക്തിരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് കൃപ കൂടിയിരിക്കണം. ദൈവമേ, സംസാരിക്കുന്ന വചനം കർത്താവെ, അത് അവിടുത്തെ എന്നേക്കും മാറ്റമില്ലാത്തതായ വചനമാകുന്ന കർത്താവെ, ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ അത് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഇത് കർത്താവെ പങ്കെടുത്ത് കൃപ കൂടിയിരിക്കണം കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാറങ്ങേ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേട്ട് തിരുവള്ളമാറാകണമേ. ആമേൻ. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം തലവേദനയും അതുപോലെ ശ്വാസം എടുക്കുവാനുള്ള പ്രയാസമൊക്കെ ഉണ്ടായി. മിഡിൽ ഓഫ് ദ നൈറ്റിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബ്രദർ, ഒരു ഡോക്ടറുണ്ട്, പുള്ളിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ എമർജൻസിയിൽ പോകണോ, എനിക്ക് തലവേദന അതികഠിനമായിട്ടുണ്ട്, മാത്രമല്ല എനിക്കിങ്ങനെ ഛർദ്ദിക്കുവാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോടുകൂടെ ഏകദേശം ഒരു 10-20 മിനിറ്റ് സമയം ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, എമർജൻസിയിലൊന്നും പോകണ്ട. ഞാൻ മരുന്നെടുത്തിട്ടാണ് കിടക്കാൻ പോയത്. എന്നിട്ട് അതൊന്നും ഫലിച്ചില്ല. എങ്കിലും ഞാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, കർത്താവേ നീ സൗഖ്യമാക്കണമേ, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കണമേ. പാസ്റ്റർ ജോസഫ് മാത്യുവിന്റെ ടെക്സ്റ്റ് ഫോണിൽ അടിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഒന്ന് നോക്കിയത്. എന്തായി സമയം അപ്പോൾ ഏകദേശം 6:50 എഴുന്നേറ്റ് നിങ്ങളോടെ ആയിരിക്കാൻ കർത്താവ് എന്നെ ശക്തീകരിച്ചത്. അവന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നമ്മളെ ശക്തീകരിക്കുന്നതായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. യൂദായുടെ ലേഖനം അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു പ്രാർത്ഥനയാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയായിട്ട് അതിനെ ഞാൻ എടുക്കുവാൻ പോകുന്നത് ചോദിച്ചാല്, വീഴാതെ വണ്ണം 24-25 വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടൊടുവിൽ പറഞ്ഞാണത് നിർത്തുന്നത്. പ്രിയ ദൈവമക്കളെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ളതായ ആ പുസ്തകങ്ങളുടെ ഒരു ആകെ സംക്ഷിപ്തം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അതിശോക്തി അല്ല. ഇതിനകത്തുണ്ട്. നമ്മളും 25 വാക്യങ്ങളും ഒന്ന് വായിച്ച് പഠിച്ച്, ഷിബു ബ്രദർ ഇംഗ്ലീഷ് സെഷൻ എടുക്കുമ്പോൾ കൂടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. നിങ്ങൾ ചെറിയ ചെറിയ അധ്യായങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുക്കുകൾ ബൈബിളിലെ അത് നിങ്ങളത് വായിക്കുമ്പോൾ അത്
നിങ്ങൾ അത് കംപ്ലീറ്റ് അതിന്റെ A to Z അല്ലെങ്കിൽ അതിന്റെ ആരംഭം മുതൽ അവസാനം വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ യൂദായുടെ പക്ഷെ അതിനകത്ത് 25 വാക്യങ്ങളും വളരെ അർത്ഥവത്തായതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നതായ ഈ സമയത്തിന്റെ ആവശ്യമായിരിക്കുന്നതായ പല കാര്യങ്ങളും, ഇന്ന് നടക്കുന്നതായ കാര്യങ്ങളും നമ്മൾ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് പോലെ കാണുവാനായിട്ട് നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കഴിയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് നെവർ ഗിവ് അപ്പ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ എനിക്ക് സമയം ലഭിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ലൈനിൽ കടന്നു വരുമ്പോൾ കർത്താവിന്റെ ദാസൻ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളതായ ഒരു പ്രയാസമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ക്ഷമിക്കണം. അതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തണം. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്നത് വളരെ ശക്തമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഏതൊക്കെ സമയം കർത്തദാസൻ സംസാരിക്കുന്ന അന്നേരം എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കുള്ളതായ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പൊ ഞാൻ ഈ അധ്യായം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിച്ചു. ആ വാക്യത്തിന്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ഒരു ജീവിതമെടുത്ത് തുലാസിന്റെ ഒരു തട്ടിയിലിടുക, എന്നിട്ട് ഈ വാക്യമെടുത്ത് മറ്റൊരു തട്ടിയിലേക്ക് നമ്മളൊന്ന് ഇടുക എന്ന് വിചാരിക്കുക. പ്രിയ ദൈവമക്കളെ, അതിന്റെ വെയിറ്റ് എത്ര വില കൊടുത്താലും, ഞാൻ ഇന്നലെ രാത്രിയില് പ്രിയ കർത്തൃദാസി അക്സയുടെ സാക്ഷി ഞാൻ കേട്ടു. എന്റെ ജീവിതത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ചു. എനിക്ക് ഈ വ്യക്തി ആരാണെന്ന് പോലും എനിക്ക് അറിയണം. ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കി. പാസ്റ്റർ തബി മാത്യുവിനെ എനിക്ക് വളരെ അടുത്തറിയാം. ഞങ്ങൾ ഒരുമിച്ച് അറ്റ്ലാന്റയില്, ഞങ്ങൾ ഓൾമോസ്റ്റ് നെയ്ബേഴ്സ് ആണ്. അറ്റ്ലാന്റയിലായിരിക്കുന്ന ഈ സമയത്ത് മക്കളെല്ലാം എനിക്ക് അവരെ അറിയാം. ക്രിസ്ത്യനിലെ വളരെ അടുത്തറിയുവാൻ പല സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്കൊക്കെയും കടന്നുപോയി ഒരുമിച്ചായി ദൈവം സഹായിച്ചു. അപ്പൊ ഞാനിത് നോക്കിയപ്പോൾ തമ്പിച്ചായന്റെ ഫേസ്ബുക്കിൽ പോയി ഈ കുഞ്ഞ് ആരാണെന്നൊന്ന് കാണുവാനിടയായി. അവരുടെ ചില പിക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പിക്ചറിലെ കൈ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട, അതായത് ദൈവത്തിന് വേണ്ടി നിന്നതായ ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഒരു മകള് അല്ലെങ്കിൽ മൂത്ത മകൾ ആ ഭവനത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് എന്തെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്താലും എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനൊരാശ്വാസമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ലോകം നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ കറ പിടിച്ച അങ്കികളായിരിക്കും കാണുന്നത്. ലോകം നോക്കുമ്പോൾ നമ്മളൊക്കെ ആരും നമ്മളെ രക്ഷിക്കാനില്ല എന്നുള്ളതായ ഒരു നിലയിലായിരിക്കും നമ്മളെ കാണുന്നത്. എന്നാൽ എന്ത് സഹിച്ചുകൊണ്ടും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളത് ഇനിയും വേറെ എങ്ങും പോയി കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്നലെ രാത്രിയിൽ നമ്മൾ അത് കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. 1985 ഞാൻ പഠിക്കുവാനായിട്ട് കൗസായിലേക്ക് പോയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗ്രാജുവേഷൻ നടന്നത് ഓഗസ്റ്റ് മാസം 28-ാം തീയതി. റോമൻസ് 8:28 ആണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രേസ് ചർച്ചിലെ ക്ലാസ് എനിക്ക് തന്നതായ വാക്യം. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ ബ്രദറിനോടോ നാസിമിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ എന്നോട് വിളിച്ച് ചോദിക്കും, എങ്ങനെങ്കിലും ആ വ്യക്തിയോട് ഒന്ന് സംസാരിക്കാനുള്ള എന്തെങ്കിലും ഉന്നതിക്ക് കിട്ടുന്നതായിരുന്നു.
ഇന്ന് രാവിലെ കേട്ടതനുസരിച്ചതെങ്കിൽ നെവർ ഗിവ് അപ്പ്. ഒരിക്കലും നമ്മൾ അത് മറക്കാൻ പാടില്ല. ഒരു കാര്യം ദൈവസന്നിധിയിൽ നാം തീരുമാനമെടുത്താൽ, ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഒരു ഭർത്താവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു മകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നെവർ ഗിവ് അപ്പ്. ഇപ്പോഴും ഞാൻ എൻ്റെ ബ്രദറിനായി ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് ഞാൻ ഇവരെ എൻ്റെ സിസ്റ്റർ ഗ്രേസിനെ അല്ലെങ്കിൽ ആനി എന്നാണ് പേര്, ഈ ബ്രദറിനോയെ ഞാൻ പറഞ്ഞു, ഇവരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. കാരണം എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. പാസ്റ്ററുടെ ഭവനത്തിൽ നിന്ന് ഈ വ്യക്തിയോടുകൂടെ ഇറങ്ങി എൻ്റെ സിസ്റ്റർ കടന്നുപോയി. ഇനിയും ഇവരുമായിട്ട് ഞങ്ങൾക്ക് നിന്ന വരുത്തി വെച്ചതായി ഈ എൻ്റെ ഇല്ല അങ്ങനെ ഒരാളെ. അങ്ങനെ ഞാൻ ഇങ്ങനെ പല വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു സമയത്ത് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ കാൽസായിൽ നിന്ന് മടങ്ങി ഹ്യൂസ്റ്റണിലേക്ക് വന്നു. പല കമ്പനികളിൽ പാനാമിൽ അപ്ലൈ ചെയ്തു, ഈസ്റ്റേൺ എയർലൈൻസിൽ അപ്ലൈ ചെയ്തു, കോണ്ടിനെന്റൽ ഇന്റർവ്യൂ കഴിഞ്ഞു. എവിടെയെങ്കിലും ദൈവം വഴി തുറക്കും നല്ല ഉറപ്പോടുകൂടിയാണ് വന്നിരിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞു, ഏകദേശം 1 വർഷത്തോളം ആകുന്നു. ഇതുവരെയും എനിക്ക് പല ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ഒരു ജോലി ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴും മനസ്സിൽ ഈ ഭാരമുണ്ട്. ചില ഗ്യാതറിങ്ങിലൊക്കെ ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ സിസ്റ്ററെ കാണും, സിസ്റ്ററും ഹസ്ബൻഡും അവരവിടെ ഇരിക്കുന്ന കാണും. എന്നാൽ ഞാൻ ഓപ്പോസിറ്റ് എൻഡിൽ പോയിരിക്കും. അവരോട് സംസാരിക്കുകയോ അവരുമായിട്ട് ബന്ധം പുലർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റർ എനിക്കില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കുന്നതായ ഒരു സമയമാണ്. സാക്ഷ്യമായി ഞാൻ പറയും, നിങ്ങൾ ഇത് വചനത്തിനുള്ള സമയമാണ്, നിങ്ങൾ എന്നോട് ക്ഷണിക്കണം. ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു സൺഡേയിൽ ഞാൻ ആരാധനയ്ക്ക് ഞങ്ങൾ പോയി അവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കുമ്പനാട്ട് പാസ്റ്റർ ചിക്കഴയത്തിൽ പാസ്റ്റർ ജോസഫ് സി ജോസഫിന്റെ ചർച്ചിലാണ് ഞങ്ങൾ അന്ന് യൂഷ്വലിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ അന്ന് ഗസ്റ്റ് പാസ്റ്ററായിട്ട് പാസ്റ്റർ കെ ജോസഫ് എന്ന് പറയുന്നതായ ദൈവദാസനായിരുന്നു. വചനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ അതിന്റെ നടുവിൽ പാസ്റ്റർ കെ ജോസഫ് ഇങ്ങനെ പറഞ്ഞു, നാളുകളായി നിന്റെ മനസ്സിൽ പകവെച്ചുകൊണ്ട് ഇരിക്കുന്നതായ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ഇവിടെ, ഒരു വ്യക്തി, ഒരു വിശ്വാസി ഇവിടെ ഇരിപ്പുണ്ട്. അത് നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്ന് നീ അതിന് ഒരു ഡിസിഷൻ എടുത്താൽ ദൈവം പ്രവർത്തിക്കുമെന്ന് താൻ വളരെ ശക്തമായിട്ട് അത് എന്നെ അങ്ങ് പിടിച്ച് കുലുക്കിയതായ ഒരു സംഭവമായി പോയി എൻ്റെ ജീവിതത്തിൽ. അതെന്നോടായിരുന്നെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്കത് മനസ്സിലായി. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിലുള്ളതായ ആ വൈരാഗ്യം കൊണ്ട് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുക്കുകയില്ല. ഇത് എൻ്റെ പിതാവിന് ഇങ്ങനെ ഒരു നിന്ന അല്ലെങ്കിൽ ഒരു ആക്ഷേപം വരുത്തി വെച്ചതായ ഒരു സിസ്റ്റർ, അത് സ്വർണം അറിയാത്തൊരു വ്യക്തിയാണോ, വേദപുസ്തകം അറിയാത്തൊരു വ്യക്തിയാണോ, എൻ്റെ കൂടെ എന്നെ പോലെ സൺഡേ സ്കൂൾ പഠിച്ചത് എൻ്റെ പിതാവും മാതാവും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പ്രാർത്ഥിച്ചതുമായ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യക്തി എങ്ങനെയായി വരുമെന്നുള്ളതായ ആ ഒരു ഭാരമിനെ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അല്ലെ ആ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും ആരാധനയൊക്കെ കഴിഞ്ഞു. ഞാൻ പാസ്റ്റർക്ക് പോയി കൈ കൊടുത്തു. അന്ന് പാസ്റ്റർ യു തോമസ് എന്ന് പറയുന്നതായ കർത്തദാസന്റെ വൈഫ്, ആ ആന്റി ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ബെഞ്ചമിൻ തോമസ് ആന്റിയുടെ മകനാണ്. ആ അമ്മച്ചി ഈ ആരാധന കഴിഞ്ഞ സമയത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ മടങ്ങി ഇന്ത്യക്ക് പോവുകയാണ്. എൻ്റെ മോള് ഗ്രേസി ന്യൂയോർക്കിലുണ്ട്. ഞാൻ പോയി അവളുടെ കൂടെ ചില ദിവസങ്ങൾ താമസിച്ചതിന് ശേഷം ഞാൻ അങ്ങ് മടങ്ങി ഇന്ത്യക്ക് പോവുകയാണ്. ദൈവാത്മാവ് പറയുന്നു ഞാൻ ന്യൂയോർക്കിൽ വെച്ച് മകനെ കാണുമെന്ന് പറഞ്ഞു. അതും ഈ സെയിം സൺഡേയിലാണ് സംഭവിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു കാര്യം, ന്യൂയോർക്കിൽ വെച്ച്. അപ്പം ന്യൂയോർക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമേ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ന്യൂയോർക്കിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പാനാം എന്ന് പറഞ്ഞതായ എയർലൈൻസിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു പോയി. പക്ഷേ അവിടെ പിന്നെ അവരെന്നെ തിരിച്ചു വിളിക്കുകയോ ഒന്നും
ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ദൈവത്തിന്റെ ആത്മാവ് അന്നത്തെ ആരാധന കഴിഞ്ഞ സമയം മുതൽ എന്നിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. എനിക്ക് ഒരു സമാധാനവുമില്ല. എന്നോട് പറയുന്നത്, നിന്റെ പെങ്ങളെ നീ വിളിക്കണം, നിന്റെ അളിയനെ നീ വിളിക്കണം, നീ അവരോട് സംസാരിക്കണം. ഞാൻ പറയില്ല, അത് നടക്കത്തില്ല. ഏകദേശം 12-1 മണിയായപ്പോൾ ആരാധന കഴിഞ്ഞിട്ട് രാത്രിയിൽ 2:30-2:45 വരെയും എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. 2:30 സമയമാകുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഞാൻ എൻ്റെ സിസ്റ്ററെ വിളിച്ചു. ആരും ആൻസർ ചെയ്തില്ല. ഞാൻ വീണ്ടും വിളിച്ചു, പല പ്രാവശ്യം ഞാൻ വിളിച്ചു, ആരും ആൻസർ ചെയ്യുന്നില്ല. ഒടുവിൽ എൻ്റെ ബ്രദറിനുള്ള നാസിയും ഫോൺ എടുത്തിട്ട് എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നത് ഒന്നിൽ വഴക്കുണ്ടാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ അതിനായിരിക്കും വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സിസ്റ്ററിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, യു ടോക്ക് ടു മീ, you didn't have a sister all these days and all these years. You need to talk to me. ഞാൻ പറഞ്ഞു, നാസിൻ, പ്ലീസ് forgive me. എന്നോട് നീ ക്ഷമിക്കണം. എൻ്റെ പെങ്ങളെ നീ വിവാഹം കഴിച്ചു, ഞാൻ മാരീഡിന് ഞാൻ വന്നില്ല. ഞാൻ പല പ്രാവശ്യം നിന്നെ വിളിച്ച് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നീ എന്നോട് ക്ഷമിക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇന്ന് വിളിച്ച് ഈ സമയത്ത്? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഒരു കർത്തദാസിൽ കൂടെ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് നീ അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ ദൈവം നിന്റെ അനുഗ്രഹത്തെ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞു. ഞാനത് സംസാരിച്ചപ്പോൾ എൻ്റെ സിസ്റ്റർ മറ്റേ ലൈനിൽ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എൻ്റെ പേര് വിളിച്ചു. വളരെ നാളുകളായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഞങ്ങൾ കരഞ്ഞു കുറച്ച് സമയം. ഞങ്ങൾ ക്ഷമ ചോദിച്ചു. പറയട്ടെ, ഞായറാഴ്ച രാത്രിയിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച വെളുപ്പിന് 2:00 നടക്കുന്ന സംഭവമാണ്. ഞങ്ങൾ 9 മണിക്ക് ഞങ്ങളുടെ മോർണിംഗിലുള്ള കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവും എൻ്റെ പിതാവും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഒന്ന് റിങ് ചെയ്തു. അത് ന്യൂയോർക്കിലുള്ളതായ പാൻ അമേരിക്കൻ എയർവേസിൽ ജനറൽ മാനേജറായിട്ടിരിക്കുന്ന ഡോൺ ലോഗനാണ് വിളിച്ചത്. ജോർജ്, we like to make you an offer. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ആരോടെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് നമുക്കതിനൊരു അതിരിടാം. ഇന്ന് നമുക്കൊരു അതിരിടാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഏകദേശം 2.5 വർഷത്തോളം ഞാൻ പാനമേക്കിൽ അത് ക്ലോസ് ചെയ്യുന്നത്, അതായത് അത് ബാങ്ക്രപ്സി ഫയൽ ചെയ്യുന്ന വഴി ഞാൻ അവിടെ ജോലി ചെയ്തു. ഞാൻ പറയട്ടെ, തിങ്കളാഴ്ച 9 മണിയായ സമയത്ത് എനിക്ക് ന്യൂസ് ലഭിക്കുന്നു. എന്നെ ന്യൂയോർക്കിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി അവിടെ എൻ്റെ താമസ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി അവര് എൻ്റെ ഇളയ പെങ്ങളും ആളിയും നാസിമും ആയിരുന്നു എന്നെ ഡ്രൈവ് ചെയ്ത് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയത്. ഓരോ പടിയും ഓരോ മൈലും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് എനിക്ക് ഓർക്കാൻ, ദൈവം ചെയ്യുന്നതായ അത്ഭുത പ്രവൃത്തികളെ തടഞ്ഞു വെച്ചിരിക്കുന്നതായ അന്ധകാര ശക്തികള് ഈ ദിവസങ്ങളിൽ അത് നമ്മൾ എടുത്ത് മാറ്റിയേ മതിയാകുന്നു. കറ പിടിച്ച അങ്കിയായിരിക്കാം ഒരുപക്ഷെങ്കിൽ നാം കാണുന്നത്. എന്നാൽ അവർക്കൂടെ കരുണ ലഭിക്കുവാനായി നമ്മളുടെ ജീവിതങ്ങളെ നാം എടുത്തുപയോഗിക്കണം. എവിടെ നിന്നാണ് നമ്മൾ അവരെ രക്ഷിക്കുന്നതെന്ന് അറിയാമോ? തീയിൽ നിന്നാണ്. ഇന്ന് എൻ്റെ ബ്രദറിലുള്ള ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ്. എൻ്റെ സിസ്റ്റർ ITC എബ്രോണിലെ ഒരു വിശ്വാസിയാണ്. ഞാൻ ഒരു കാര്യം അറിയുന്നു, എൻ്റെ ബ്രദറിനുള്ള ദൈവസന്നിധിയിൽ കാണപ്പെടണം. എൻ്റെ ബ്രദറിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതായ ആ ഉത്തരവാദിത്വം എന്റേതാകുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം പ്രവർത്തിക്കും. 21-ാം വാക്യത്തില്, യൂദായുടെ ലേഖനം 21-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങളെ തന്നെ, നിന്നെ എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ചില ജീവിതങ്ങളെ നമ്മൾക്ക് തന്നിട്ടുണ്ട്.
ചില സഹോദരിമാര് തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില മാതാപിതാക്കന്മാര് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ, നിങ്ങളെ, ഞങ്ങളെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പറയാൻ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ, ആരുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇത് പ്രിയമുള്ളവരെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് എന്നേക്കും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ കരുണ നമുക്ക് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ നാം ഇന്നായിരിക്കുന്നതായ ഈ പ്ലാറ്റ്ഫോം അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കരുണയല്ല പ്രിയമുള്ളവരെ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ടാണ്. എന്തുകൊണ്ടാണ് എന്നും വരുന്നത്? രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാ സമയവും നമ്മൾ വരുന്നത് ആ കരുണ മറ്റുള്ളവർക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അത് ദൈവ സ്നേഹത്താൽ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ, ദൈവ സ്നേഹത്തിൽ. ആ കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ നമ്മൾക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല. ഈ കൊമ്പിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താകുന്നു? നമ്മൾ സൂക്ഷിക്കപ്പെടുന്നവരാണ്. നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞവിടെ നിർത്തിക്കുകയാണ്. നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ സൂക്ഷിക്കണം? മറ്റുള്ളവർക്ക് വേണ്ടി കരുണ ആഗ്രഹിക്കുന്നവരായി. പിന്നെ 22-ാം വാക്യം വളരെ ചെറിയൊരു വാക്യമാണ്. അവിടെ പറയുകയാണ്, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. യൂദാ ഒന്നും, എന്റെ അഭിപ്രായത്തിൽ ഈ അധ്യായത്തിൽ യൂദാ ഒന്നും വിട്ടിട്ടില്ല. അവനൊന്നും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഒരു കർശനം ആയിട്ടുള്ളതായ ഒരു അധ്യായമായിട്ടാണ് ഇതിനെ എഴുതി വെച്ചിരിക്കുന്നത്. 25 വാക്യങ്ങൾ കൊണ്ടും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇടവിൽ നിൽക്കുന്ന പ്രിയമുള്ളവരെ? ആർക്കു വേണ്ടിയാണ്? നെവർ ഗിവ് അപ്പ്. ഇന്ന് രാവിലെ കേട്ടതാണല്ലോ, എത്ര പ്രാവശ്യം കേട്ടു? നെവർ ഗിവ് അപ്പ്. അതാണ് നമ്മളുടെ ലക്ഷ്യം. വി വിൽ നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല പ്രിയമുള്ളവരെ. ഇംഗ്ലീഷ് സെഷനിൽ അറ്റൻഡ് ചെയ്യുവാൻ സമയമുള്ളപ്പോൾ നിങ്ങൾ അവിടെ കടന്നു വരണം. കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, കർത്താവേ, എത്ര ഇന്നസെന്റ് ആയിട്ട്, വളരെ പ്യൂരിറ്റി ഓഫ് ലൈഫാണ് അവർക്കുള്ളത്. അവർക്ക് ആ ജീവിതം ഇനിയും അധികം കർത്താവിന്റെ താമസിക്കുന്നെങ്കിൽ വളരണം. അവര് വളർന്നേ മതിയാകുകയുള്ളൂ. വളരെ പാസ്റ്റർ ഷിബു ആണ്, ബ്രദർ ഷിബു, അത് വളരെ ഇത്രമാത്രം തനിക്ക് ദൈവം തന്നിരിക്കുന്നതായ കൃപയ്ക്കൊത്തവണ്ണം അവരോട് ചേർന്ന് അവരെ ഒന്ന് ഏത് രീതിയിൽ അവരുമായിട്ടൊന്ന് അലൈൻ ചെയ്യുവാൻ കഴിയുമോ ആ രീതിയിലാണ് താന് വചനം പറയുകയും പാട്ടുകൾ പാടുകയും എല്ലാം ചെയ്യുന്നത്. ഒരു കാര്യം നാം മറന്നു പോകണം, കറ പിടിച്ചവരായി നമ്മൾ ആരെയും കാണുവാൻ. കറ പിടിച്ച അങ്കി, ജഡത്തിൻ്റെതായ മാലിന്യങ്ങൾ പിടിച്ചതായ അങ്കികളെ അല്ല നാം ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ കാണേണ്ടത്. അതിനകത്ത് ദൈവം നൽകിയിരിക്കുന്നതായ അവരുടെ മൂക്കിലെ കൂതിയിരിക്കുന്നതായ ശ്വാസം വരെ കൊണ്ടെത്തിക്കുവാൻ ഞാനും നിങ്ങളും അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതാണ്. കർത്താവിന്റെ ദാസൻ നമ്മളോട് അറിയിച്ചതാണ്. അവർക്ക് വേണ്ടി നമുക്ക് ഇടവിൽ നിൽക്കാം. പിന്നെ എനിക്ക് ഒരു ക്ഷമിക്കണം സ്തോത്രം. ഒരു കാര്യം എനിക്ക് ഈ അധ്യായത്തിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇന്ന് നടക്കുന്നതായ അഴിമതികളും ഇന്ന് നടക്കുന്നതായ ഓരോ കാര്യങ്ങളും ഏകദേശം അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു.
പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഡേവിഡ് ബ്രദറാണെന്ന് തോന്നുന്നു, പറഞ്ഞു ഇവർക്ക് കൊടുക്കേണ്ടതായ ആഹാരം മാത്രം കൊണ്ടുവരേണ്ടതായ അതിന്റെ ലോജിസ്റ്റിക്സ് ഒന്നും നോക്കിയാൽ ഒരിക്കലും നടക്കുവാൻ പോകുന്നില്ല. ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ വേണ്ടി ഇവര് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാൽ അത് അസാധ്യമാണ്. അതിനിയും തീവണ്ടികളായാലും അത് കാർഗോ എയർപ്ലെയിൻസ് ആയാലും. എന്നാൽ അവിടെയും ദൈവം ഈ ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. രക്ഷിച്ചിട്ടും ഒറ്റ ഒരു കാര്യമാണ് പറയുന്നത്, ആരെയാണ്? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് വിശ്വസിക്കാത്തവരെ. അപ്പൊ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കണം. നമ്മൾ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. നമ്മളുടെ തന്നെയല്ല, നിങ്ങൾ അല്ലെങ്കിൽ നിന്നെ എന്നല്ല, നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം. നമ്മൾ ആരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൽ ഒരു കുറവും വരുത്തുവാൻ ഇടയാകരുത്. നമ്മുടെ ദൈവത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്കും ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നോക്കുക, മിസ്രയീമില് അടിമത്തത്തില് ആയിരിക്കുന്നതായ അബ്രഹാമിനോടുള്ളതായ വാഗ്ദത്തം നിമിത്തം ഞാൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നതായ ഈ ജനത്തിന് അവര് മിസ്രയീമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അത്ഭുതങ്ങളെ കണ്ടവരാണ്. മരണം മിസ്രയീമിലെ എല്ലാ ഭവനങ്ങളിലും അവർ കണ്ടവരാണ്, കേട്ടതാണ്, നിലവിളി കേട്ടവരാണ് ഇവർ. ദൈവം അനേക പ്രവൃത്തികൾ കൊണ്ട് ഇവരെ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ അവിടെ മിസ്രയീമിൽ നിന്ന് അല്ലെങ്കിൽ അടിമത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷ അവർക്ക് കൊടുത്തിട്ടും പിന്നെ അവരുടെ വിശ്വാസം നശിച്ചുപോയി. വിശ്വാസത്തിൽ അവർ പിന്തിരിഞ്ഞു പോയി. അവർക്ക് കനാനിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നെവർ ഗിവ് അപ്പ്. നമ്മളുടെ സ്വന്തക്കാർക്ക് വേണ്ടി, നമ്മളുടെ നെയ്ബേഴ്സിന് വേണ്ടി, നമ്മളുടെ സഭയിൽ ഉള്ളവരായിരിക്കാം, നമ്മൾ അറിയുന്നവരായിരിക്കാം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 100-ലധികം കുടുംബക്കാരാണ് നെല്ലിക്കുന്നം അല്ലെങ്കിൽ കൊട്ടാരക്കര ശേരങ്കാവിൽ എന്ന് പറയുന്ന എൻ്റെ പിതാവിന്റെ ഭവനത്തിലുള്ളവര്. ഏകദേശം 5-6 ഫാമിലി മാത്രമേ ഈ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. എൻ്റെ മാതാവിനോടൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പിതാവിനോട് ഞാൻ ചേർന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന, കർത്താവേ ഇവരുടെ കണ്ണ് തുറക്കണമേ, ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതിൽ നിൽക്കുന്നു, ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പിതാവേ അവരുടെ കണ്ണ് തുറക്കണമേ, ചില കർത്തദാസന്മാരെ അവിടെ അയക്കണമേ. അതാണ് നെവർ ഗിവ് അപ്പ്. എന്തെങ്കിലും തെറ്റ് വന്നാൽ, എന്തെങ്കിലും കറപിരണ്ടതായ ജീവിതം കണ്ടാൽ അവരെ നമ്മൾ ഉപേക്ഷിച്ച് കളയുവാനല്ല, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പാസ്റ്റർ നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ പേരുകൾ എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതായ ഒരു സമയമായിരുന്നു. ഏകദേശം ഒരു മാസത്തിന് മുൻപ് വരെയും നമ്മൾ എപ്പോഴും അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുന്നതാണ്, നിങ്ങളുടെ ലിസ്റ്റിൽ ആരുണ്ട്. ഇന്ന് നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആവശ്യങ്ങളിലുള്ളതായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പല ആവശ്യങ്ങളുള്ള പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരിക്കലും we will never give up. 3-ാം വാക്യത്തിലെ പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഇതാ യൂദ ആവശ്യത്തെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ഒരു പ്രബോധിച്ചെഴുതുവാൻ അദ്ദേഹത്തെ എടുത്തുപയോഗിച്ചു.
ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ ഒരു ദാനിയേലിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ നിന്ന് എന്തേക്കുമായി ഈ മാറ്റമില്ലാത്ത വചനത്തിലെ ഒരു ഭാഗമായി തീരുവാനായി താൻ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു വേർപാട് പാലിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ദൈവം ദാനിയേലിനെ നിർത്തിയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും നിർത്തുവാൻ ശക്തനായി നമ്മോട് കൂടെയുണ്ട്. ആരാണ് നമ്മൾ വസിക്കുന്നത്? ആരിലാണ് നമ്മൾ വസിക്കുന്നത്? ഈ ദിവസങ്ങൾ ഫലം കായ്ക്കുവാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് തോന്നുന്നു ജെയ്സി സിസ്റ്ററാണെന്ന് തോന്നുന്നു ലീഡ് ചെയ്തതായ സമയത്ത് താൻ പറഞ്ഞു, ഫലം നിറഞ്ഞു നിൽക്കുന്നതായ വൃക്ഷത്തെ കുറിച്ച്. ഒത്തിരി ഇലകളുള്ളതായ വൃക്ഷമല്ല, അല്ലെങ്കിൽ വാട്ടവും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമല്ല. ഫലം നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തെ കുറിച്ച് താൻ സംസാരിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ആ നല്ല കൊമ്പാകുന്നതായ യേശു ക്രിസ്തുവിൽ, നമ്മെ സൂക്ഷിക്കുന്നതായ യേശു ക്രിസ്തുവിൽ നാം ഒരുമിച്ച് ചേർന്ന് ആ കൊമ്പിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ഉറപ്പും ധൈര്യത്തോടും കൂടെ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചെടുക്കുവാൻ ചില കാര്യങ്ങളുണ്ട്. ആരെ കണ്ടാലും സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ഈ നമ്മളുടെ പ്ലാറ്റ്ഫോം, പ്രയർ ലൈനിലെ പ്ലാറ്റ്ഫോമിലെ ഒരാവശ്യമാണ്. രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണോ എന്നുള്ളതായ ചോദ്യം ചോദിക്കാൻ ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, ഇതുവരെയും ഒരു വ്യക്തിയെ കണ്ട് അത് മൂന്നും ചോദിക്കുവാൻ എനിക്ക് ഇടയായിട്ടില്ലെന്നാൽ അത് എൻ്റെ ഒരു ആഗ്രഹമായി ഞാൻ അതിനെ ഏറ്റെടുക്കുകയാണ്. ദൈവം ഈ ദിവസങ്ങൾ എന്നെ അതിനുവേണ്ടി ശാക്തീകരിക്കട്ടെ. 7-ാം വാക്യം എന്താണ് നമ്മളെ വിളിച്ചു കാണിക്കുന്നത്? ഇന്നത്തെ അമേരിക്കയുടെ ഒരു 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 പിക്ചറാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്നേക്കും സോദോമിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നാം കേട്ടു, കർത്തൃദാസന് പറഞ്ഞല്ലോ, ദൈവം അമേരിക്കയോട് ശിക്ഷ വിധിക്കുന്നില്ല എങ്കിൽ സോദോമിനോട് ക്ഷമ ചോദിക്കേണ്ടി എന്ന് ബെല്ലിഗ്രഹാം പറഞ്ഞത് നമ്മെ ഓർപ്പിക്കുന്നതിന് ഇടയായി. പ്രിയ ദൈവമക്കളെ, ദുർനടപ്പ് വളരെ വർദ്ധിച്ച് വരുന്ന ഒരു സമയത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ പ്രത്യാശയും നമ്മൾ കാത്തിരിക്കുന്നതായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും we will never give up. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. എന്താണ് വിട്ടുകൊടുത്തത് ആരാണെന്ന് അറിയാമോ? ആ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ, ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കും ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവമേ, പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ, നമ്മളുടെ മേൽ അധികാരം നടത്തുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയുകയില്ല. നമ്മൾ വിശ്വാസത്തെ ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൽ ഒരു രീതിയിലും നമ്മളൊന്ന് വഴങ്ങിക്കൊടുക്കാതെ നിന്നാൽ ശത്രുവിന് നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല, കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല. ഈ അമേരിക്കയിൽ ഈ സമയത്ത് അമേരിക്കയ്ക്ക് വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനായി, പ്രാർത്ഥിക്കുവാനായി, ഇടിവിൽ നിൽക്കുവാനായി ദൈവം നമ്മളെ വിളിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുവേണ്ടി കൈമുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരുണ്ട്. എന്നും നമ്മളെ ലീഡ് ചെയ്ത് നമ്മളെ സഹായിക്കുന്നവരുണ്ട്. ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ദൈവമക്കളുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മളുടെ സ്വന്തം വാസസ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല. ഈ ഭൂമി നമ്മൾ വിട്ടു പോകേണ്ടതായ ഒരു ദിവസം വരും. അത് മരണമാണോ കർത്താവിന്റെ വരവാണോ എന്ന് നമ്മൾ അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല.
പക്ഷെ എന്ത് തന്നെയായാലും വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, വിശ്വാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ, വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തോടുകൂടെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ക്ഷമിക്കണം, അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പ്രിയമുള്ളവരെ. നമ്മളുടെ ആരുടെയും അങ്കിമലിനമായി, നമ്മളുടെ ആരുടെയും വിശ്വാസ ജീവിതം കറയുള്ളതായി മറ്റുള്ളവരെന്ന് കാണുവാൻ, ഇന്നലെ രാത്രി നാം കേട്ടതായ സാക്ഷ്യം പോലെ ഇത്രയും നാളും നീ കൊട്ടിയും പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇതാണോ നിനക്കിൽ ദൈവം വെച്ചിരിക്കുന്നത്? അങ്ങനെയുള്ളതായ നിന്നയുടെ വാക്കുകളായിരിക്കാം പക്ഷെ നമ്മുടെ നേരെ അവരെറിയുന്നത്. എന്നാൽ ഇതൊന്നും നമുക്ക് വിഷയമല്ല പ്രിയമുള്ളവേ. ഉറപ്പും ധൈര്യത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. കൈകോർത്ത് പിടിച്ചുകൊണ്ട്, ഹൃദയങ്ങൾ ഒരുമിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനയുമായി ഈ സമയം അനുവദിച്ചെന്ന് കർത്തൃദാസനുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. എനിക്ക് പൂർണ്ണ വിടുതൽ ആവശ്യമാണ്. ഇന്ന് ഞാൻ ജോലിക്ക് മടങ്ങിപ്പോകുന്നു. ദൈവം എന്നെ ശക്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ എൻ്റെ HR ഇന്ന് വിളിച്ച് അവരോട് ഞാൻ പറയും എൻ്റെ കണ്ടീഷൻസ്. അവരെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നതായിരിക്കും. പല സമയങ്ങളിൽ ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും പ്രെയർ ലൈനിൽ കടന്നു വന്ന് ആത്മീയ ധൈര്യം പ്രാപിക്കുവാൻ, എൻ്റെ വിശ്വാസത്തിൽ എന്നെ തന്നെ ഉറപ്പിക്കുവാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുകയാണ്. തമ്മിൽ നമ്മളുടെ ഭാരങ്ങളെ ചുമക്കാം. ദൈവം പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി മേൽത്തരമായത് ഒരുക്കിയിരിക്കുകയാണ്. ലാസ്റ്റിൽ അവസാനമായിട്ട് ഞാൻ ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളുടെ സംസാരം, നമ്മളുടെ ഇടപാട്, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ നോക്കുമ്പോൾ നമ്മൾക്ക് അവരോട് ദൂഷണമായിട്ടുള്ളതൊന്നും ഉച്ചരിപ്പാൻ നമ്മുടെ നാവിൽ ഇടയാകരുതേ. ഇതാ ദൈവം പ്രധാന ദൂതനായി, ഒരു പ്രൈം ഏഞ്ചലായി തെരഞ്ഞെടുത്തിരിക്കുന്നതായ, അധികാരവും ഒക്കെ കൊടുത്തിരിക്കുന്നതായ ഈ ദൂതന് മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാചു വന്ന്, സാത്താൻ വന്ന് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ നാവ്, നമ്മളുടെ വാക്ക്, നമ്മളുടെ ചിന്ത ഒരു ദൂഷണ വിധിയും ആരോടും ഉച്ചരിക്കുവാൻ നമുക്കാർക്കും ഇടയാകരുത് പ്രിയമുള്ളവരെ. എന്നാലോ ഈ ഭാഗം ആരംഭിക്കുന്നതായ സമയത്തില് 2ാമത്തെ വാക്യത്തില് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് അവിടെ കാണുന്നത്. സാധാരണ ഒരു ജൂവിഷ് ഗ്രീറ്റിംഗിൽ അവരെപ്പോഴും പറയുന്നതാണ് കരുണയും സമാധാനവും, മെഴ്സി ആൻഡ് ഗ്രേസ്, അല്ലെങ്കിൽ പീസ് ആൻഡ് ഗ്രേസ്. എന്നാൽ ഇവിടെ ഇതാ യൂദ അതിനോടുകൂടെ സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. എത്ര വലിയ സ്നേഹമാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്! എത്ര വലിയൊരു മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചിരിക്കുന്നത്! അതിനെ മുറുകെ പിടിക്കാം, അത് തമ്മിൽ പങ്കുവയ്ക്കാം. ആ സ്നേഹത്തിൽ മറ്റുള്ള എല്ലാവരെയും കാണുവാൻ ഈ ദിവസങ്ങളിൽ ആരെക്കുറിച്ചും ദൂഷണം പറയാതെ ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടകൾ നിൽക്കുവാൻ, ദേശത്തിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, സ്കൂളുകൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി കർത്താവേ ദൈവമേ ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ. യൂദായുടെ ലേഖനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ടതുപോലെ we will never give up കർത്താവേ. എത്ര മാത്രം ശത്രു ഞങ്ങളോട് പറയുകയാണ് നീ ഒരു പൊക്കുമില്ല,
എങ്ങനെ ഇതിവിടെ നടക്കും, എങ്ങനെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ, നവംബറിനും ഡിസംബറിനും ഇടയിൽ ഒരു വിവാഹം നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, എല്ലാം കർത്താവെ ഓരോ ആവശ്യങ്ങളും പടിപടിയായി കർത്താവെ അതൊരു ഐറ്റമൈസ് ചെയ്താൽ അത് എത്ര ക്ലിയർ ആയിട്ടാണ് കർത്താവെ നീ പ്രവർത്തിച്ചതെന്ന് കേൾക്കാൻ ഞങ്ങൾക്കിടയായി കർത്താവെ. ഈ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, സകല വിഷയങ്ങൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ, കുടുംബത്തിൽ കർത്താവെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിവാഹം കഴിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രക്ഷയിലേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്, സ്വർഗം മറുപടി തന്നിരിക്കുകയാണ് കർത്താവെ ഹല്ലേലൂയ. ദൈവമേ മച്ചിയായവളെ ഭവനത്തിൽ കർത്താവെ ഹല്ലേലൂയ മക്കളുടെ അമ്മയാക്കി, ഒരു മകന്റെ ഒരു മകളുടെ അല്ല കർത്താവെ, മക്കളുടെ അമ്മയാക്കി കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ. We will never give up, Lord Father. Thank you. എല്ലാ ലീഡേഴ്സിനെയും നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ ഹല്ലേലൂയ. കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ കർത്താവെ വെന്റിലേറ്ററിലായിരിക്കുന്ന കർത്താവെ ന്യൂജേഴ്സിയിലെ ആന്റിയെ നിന്റെ കരങ്ങളിൽ തരികയാണ് കർത്താവെ ഹല്ലേലൂയ. ഗുജറാത്തികളുടെ ഇടയിലുള്ള പ്രാർത്ഥന ആരംഭിച്ചോട് കർത്താവെ കരുണ തോന്നണമേ, വിടുവിക്കണമേ, വിടുതൽ കൊടുത്തിരിക്കുന്നോട് സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. ഇന്ത്യയിലായിരിക്കുന്ന പ്രിയാന്റിയെ കരങ്ങളിൽ തരുന്ന അമ്മച്ചിയുമായ കാണുവാനായി പോയിരിക്കുന്ന നിന്റെ കൃപ കൂടിയിരിക്കണം, യാത്രയിൽ കൂടിയിരിക്കണം, അവിടെ ആയിരിക്കുമ്പോൾ ഭദ്രമായി നീ സൂക്ഷിച്ചുകൊള്ളണമേ കർത്താവെ. അങ്ങനെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കോവിഡിനാൽ ഭാരപ്പെടുന്നവരെ നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ, അടിയന്തരിക്കുന്ന വിടുതലാങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഫാമിലി കൊടുത്ത വിടുതലാങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, തിരുക്കരങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി നീ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് നാഥാ, നിനക്ക് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേട്ടുമാറാകണമേ. ആമേൻ. Thank you very much for sharing God's word. വളരെ പറ്റിയൊരു വിഷയം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്താ കർത്താവേ അതിന് മറുപടി ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിടാനുള്ളത് വിടണം, വിടാനുള്ളത് വിടാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. ആഹാ, നീ വിടത്തില്ലയോ? ഞാൻ നിന്നെ വിടത്തില്ല, അനുഗ്രഹിച്ചിട്ടില്ല. കാരണം ഏശാവ് 400 പേരെ കൊണ്ട് വരുന്നുള്ള വാർത്ത കണ്ടപ്പോഴാണ് ഭയന്ന് പോയത്. എന്റെ സഹോദരൻ 400 പേരെയും കൊണ്ട് വരിക, കോപത്തോടുകൂടി വരുമെന്ന് എനിക്കറിയാം, എന്നെ നശിപ്പിച്ച് കളയുന്നു എനിക്കറിയാം. പക്ഷെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച യാക്കോബിനോട് ആദ്യം ചോദിക്കുന്നറിയാമോ? അപ്പനെ കബളിപ്പിച്ചിട്ട് പോരുന്നതാണ്. അപ്പനോട് പറഞ്ഞു യേശാവാന്ന് പറഞ്ഞേ. അത് ദൈവം മറന്നില്ല, മനുഷ്യൻ മറക്കും, ദൈവം മറക്കത്തില്ല. അപ്പൊ കർത്താവ് ചോദിക്കാ, ഇത്ര അനുഗ്രഹിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമാണോ? എന്നാ പേരെന്താ പറഞ്ഞാക്കണം. മരത്തേലിരുന്ന മനുഷ്യനോട് ചോദിച്ചു, പേരെന്തോ ചോദിച്ചില്ല. സക്കായിയെ ഇറങ്ങി വാ, ഞാൻ നിന്നോടുകൂടെ വസിക്കാൻ പോവാം ഈ രാത്രി. അപ്പം കർത്താവിനറിയാം എവിടെ തുടരണം, എങ്ങനെ തുടങ്ങണം, എപ്പോ തുടങ്ങണം, എങ്ങനെ തുടരണം, എപ്പോ തുടരണം ദൈവത്തിനറിയാം. ഏത് വിഷയത്തിന് തുടരണമെന്നും അറിയാം. ഉടനെ ചോദിച്ചു, യാക്കോബ് എന്ന് എന്റെ പേര് യാക്കോബ്. ഇനി യാക്കോബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഉപായി എന്നാ. ഉപായി എന്നോട് ആ പേര് നിനക്ക് വേണം, നിനക്കൊരു പുതിയ പേര് വരാൻ പോവാ. ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. ഇസ്രായേൽ. ഒരു മനുഷ്യൻ ദൈവസൈന്യം മല പിടിച്ചതാണ്. ഇന്ന് ആ രാജ്യത്തിന്റെ പേരെന്തോന്നറിയാം? അബ്രഹാമാണ് ഇട്ടിരിക്കുന്നത്. അബ്രഹാം അറിയത്തില്ല. ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. ദൈവത്തിന്റെ പ്രഭു എന്നാ പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭു. ഒരു മനുഷ്യൻ ദൈവസൈന്യം മല പിടിച്ചപ്പോൾ പേര് കൊടുത്ത് ഇസ്രായേൽ നാട്ടിയപ്പോൾ ആ രാജ്യത്തിന് ഇസ്രായേലിന് മാത്രം മതിയെന്ന്, വേറെ ഒന്നും ഇല്ലണ്ട. യൂദാന്ന് രണ്ടും കൂടെ ഒന്നാക്കി ഇസ്രായേൽ നിൽക്കാൻ മതി എന്ന് പറഞ്ഞു. ദൈവം ദൈവം അത് ദൈവത്തിന് എവിടാ തൊടേണ്ടതെന്ന്. അതുകൊണ്ട് നോക്കിയിട്ട് ആ വിഷയത്തിൽ തൊട്ട് ജോലിക്ക് വേണ്ടി ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പം തൊട്ടത് എവിടാന്നറിയാമോ? വിടേണ്ടതിനെ വിടാൻ വേണ്ടി തൊട്ടു. നോക്കി എന്നെ വളരെ ചർച്ച, ഒരു കാലത്ത് ഞാൻ മറക്കത്തില്ല. ജോലിയുടെ പേര് പറയുമ്പോൾ അതല്ല ഞാൻ ഓർക്കും. അവരാ ട്രൈ ചെയ്തോണ്ട് ന്യൂയോർക്കിൽ പോകുന്നു. രാത്രിയില്
ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ വിടാനുള്ളതിനെല്ലാം വിടണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ 82 അമേരിക്ക വന്നപ്പോൾ ന്യൂയോർക്കിൽ എൻ്റെ പെങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹം വന്നു. അവിടുത്തെ ചർച്ചിൽ പോയപ്പോൾ അവിടെ ഒരു ബ്രദറിന് എന്നെ ഞാനൊരു ജോലിക്ക് അപ്പോൾ ആ ബ്രദറിന് വേണേൽ ജോലിക്ക് എന്നെ സഹായിക്കാൻ പറഞ്ഞു. ആ പുള്ളി സഭയത്തിനൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഈ സഹായം ഓഫർ ചെയ്തില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് ചെറിയ കയ്പ് തോന്നി. വാസ്തവത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾ ബോസ്റ്റിന് പോകോളാം. ഞാൻ അന്നേരം ബോസ്റ്റിൽ പോയി. ബോസ്റ്റിൽ ഞങ്ങൾ 37 വർഷം ബോസ്റ്റിലാണ് താമസിച്ചത്. ദൈവത്തിന്റെ പ്ലാൻ അല്ലായിരുന്നു ഞാൻ ന്യൂയോർക്കിൽ നിൽക്കണം എന്നുള്ളത്. ഞാൻ ബോസ്റ്റിന് ഇപ്പോൾ അവിടെ ജോലി എല്ലാമായി അവിടെ. എന്നാൽ ബോസ്റ്റിൽ പോയി എനിക്ക് ജോലി കിട്ടി. എന്നാൽ എനിക്ക് ആ ബ്രദറിനോട് എനിക്കൊരു എൻ്റെ ഉള്ളിൽ ഒരു നീരസം, ഒരു കയ്പ്. പുള്ളിക്ക് അറിയത്തില്ല എൻ്റെ ഉള്ളത്തിൽ ഭാരമുണ്ടെന്ന്, ഒരിക്കലും അറിയത്തില്ല. പുള്ളിയുടെ രീതി അനുസരിച്ച് എനിക്കത് സഹായിച്ചില്ലല്ലോ എന്നൊരു ഇത് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഭാരം തോന്നി. പുള്ളിക്ക് ആതൊന്നും അറിയത്തില്ല, എനിക്ക് ഭാരമുണ്ടെന്ന് പോലും അറിയത്തില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭാരമുണ്ട്. ഇയറെൻ്റെ ആയപ്പം അവിടെ വാച്ചിനൈസ് സർവീസിന് ഫീറ്റ് വാഷിംഗ് ഉണ്ട്. എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചു, മോനെ നീ വരണം ഇവിടെ ഫീറ്റ് വാഷിംഗ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. ആ ബ്രദറിന്റെ കാല് കഴുകാനാണ്, ഞാൻ വരത്തില്ല. അതിന് എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ആ ബ്രദറിന്റെ കാല് കഴിയേണ്ട വേറെ എത്രയോ ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ കാല് കഴുകി അപ്പടി അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ട. അത് എൻ്റെ മൂത്ത സിസ്റ്റർ പുള്ളിക്കാരി ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ സിസ്റ്റർ പറയുന്നത് അനുസരിക്കാതിരിക്കാനും പോകും. വിചാരിച്ചു വന്നാൽ ഓക്കെ, എല്ലാം ബ്രദേഴ്സ് ഞങ്ങളെല്ലാം കൂടെ ന്യൂയോർക്കിൽ പോയി. വാച്ചിനൈസ് സർവീസ് നിൽക്കുകയാണ്. അവിടെ ചെന്ന് ഒരു വീട്ടിൽ വെച്ചായിരുന്നു വാച്ചിനൈസ് സർവീസ്. രാത്രി 11:30 ആയപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വന്ന് ഇനി ഫീറ്റ് വാഷിംഗ് ആണ്. ആ ബ്രദർ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടതാ, ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും പുറയിൽ നിന്നു. ഒരു കാരണവശാലും ബ്രദറിന്റെ അടുക്ക വരരുത്, അതിനുവേണ്ടി പുറയിലിരിക്കുക. ഞാൻ ആ ബ്രദറിനെ ഫോക്കസ് ചെയ്യുക. ഫീറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ബ്രദറിനെ ഫോക്കസ് ചെയ്തിരിക്കുക, പുറയിൽ പോയിരിക്കുക. വേറെ എത്ര ബ്രദേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഈ ബ്രദർ വേണ്ട. ഫീറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ സംഭവം നടന്നതാണ്. ആ മുമ്പിൽ ഇരിക്കുന്ന ബ്രദറിനെ ഒരു കാലത്ത് വരത്തിൽ എനിക്ക് പിണക്കമുണ്ടെന്ന് അറിയത്തില്ല, എൻ്റെ ഉള്ളിൽ നീരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി പുറമോട്ട് ഓടി വന്ന് എൻ്റെ കൈ ചേരി പിടിച്ചു. ഞാൻ ഇത് ഭയങ്കര എൻ്റെ കൈക്ക് പിടിച്ചിട്ട് ബ്രദറിന്റെ കാര്യം കഴിയണമെന്ന്. എൻ്റെ ദൈവമേ, പുള്ളി എൻ്റെ കാല് കഴിയും, ഞാൻ പുള്ളിയുടെ കാല് കഴിയും, പരിപാടിയെല്ലാം ക്ലോസ് ആയി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ആരോടും ഒരു ഭാരവും പ്രയാസവും ഇല്ല. ആരോടെങ്കിലും ഭാരമുണ്ടെങ്കിൽ ഞാൻ കാല് കഴിയും. ഈ കാല് കഴുകുമെന്ന് പറഞ്ഞാൽ റേഡിയേഷനാണ്. നമ്മുടെ ഉള്ളിൽ അസൂയോ ഭാരയോ അവരെ വിട്ടുകളയാൻ വയ്യാത്ത കാല് കഴിയാൻ ഉടനെ റേഡിയേഷൻ. ദൈവമേ കൃപ. അതിനെ ഞാൻ എടുത്തു മാറ്റുന്നതാണ്. ഞാൻ ബൈബിൾ കോളേജിൽ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വരുന്ന പിള്ളേർക്കൊക്കെ ഈ ബംഗാളിൽ വരുന്നവർക്ക് കൈ അങ്ങോട്ട് വിരളം നീക്കി കഴിഞ്ഞ് അവർക്ക് ഗിറ്റാർ വായിക്കാം. അപ്പോൾ പ്രത്യേക ഒരു കൃപയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ഗിറ്റാർ വായിക്കും, ഡ്രം അടിക്കും, പലതും അടിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, നിങ്ങൾ ആർക്കും ഗിറ്റാർ വായിക്കും, വേറൊരാൾക്ക് നീരത്ത് ഭാരം തോന്നുന്നു. അയ്യോ ആ ബ്രദർ നല്ലോണം വായിക്കണം, അസൂയ. ചെറിയതായിട്ട് അസൂയ ഇപ്പോൾ ജനിക്ക് ശിശുക്കളെ പോലെല്ലാം വിട്ടുകളല്ല. ഇപ്പോൾ ശിശുക്കളെ പോലെ വചനമില്ലാന്ന് മായമില്ലാത്ത പാൽ കുടിക്കാൻ ദൈവത്തിന്റെ വചനം വായിക്കും. അസൂയ തോന്നിയോ ബ്രദറെ, നിന്റെ ഉള്ളിൽ ക്യാൻസർ വന്നു കഴിഞ്ഞു, ബോൺ ക്യാൻസർ. അസ്ഥിയുടെ ഗ്രഹത്വം. ഉടനെ എന്ത് ചെയ്യണമെന്നറിയാം, വെളിയിൽ അവിടെ ബക്കറ്റ് ഇരിപ്പുണ്ട്, ബക്കറ്റിനകത്ത് വെള്ളം എടുത്തും ഓടി വരണം. ആഴ്ച ഗിറ്റാർ പഠിച്ചു കഴിയുമ്പോൾ ഉടനെ ബ്രദർ അയ്യോ ഒരു കുഴപ്പവുമില്ല, സാരമുണ്ടെങ്കിൽ നമ്മൾ യാഗം കഴിക്കാൻ പോകും, യാഗവസ്തു കൊണ്ട് പോകും. സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ അല്ല. യോഗം കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞിട്ട് പിന്നെ ചെന്നു സമയം ഉണ്ടെങ്കിൽ ചെയ്യാനൊന്നല്ല, അന്നേരം ചെയ്യേണ്ട വിഷയമാണ് അത്. പിന്നെന്നുള്ള പരിപാടിയില്ല, പിന്നെന്നുള്ള വിഷയമില്ല. നമുക്കിപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഡോക്ടർ പറയാം പെട്ടെന്ന് ട്രീറ്റ്മെന്റ് പോകും, എനിക്ക് ഈ ആഴ്ച അവധിയില്ല, വരുന്ന ആഴ്ച അവധിയില്ല, വരുന്ന മാസം ഒന്ന് ട്രൈ ചെയ്യുക, അങ്ങനെയില്ല. ഡോക്ടർ പറയാ മെഡീസിൻ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനടി ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യുന്നു. അല്ല നമ്മുടെ ബിസി സ്കെഡ്യൂളൊന്നും ഡോക്ടറോട് പറയത്തില്ല. ഇതുപോലെ ആ വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങൾ ഇതുപോലെ ആയിരിക്കണം.
ഉടനെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അവനെ വിളിച്ചൊന്ന് ഉടനെ വരണം. വിളിച്ചൊന്ന് പുറകെ കൊണ്ടുപോയിട്ട് കാല് കഴിയും, ഒരു കുഴപ്പവുമില്ല. സഭായുഗത്തിനൊരു അലക്ഷ്യമല്ല, സഭായുഗത്തിനൊരു തടസ്സമാകത്തില്ല. നീ പോയി കാല് കഴിക്കാം ബ്രദറിനെ വിളിച്ച്, ഒരു കുഴപ്പമില്ല. കാരണം എന്റെ ലൈൻ ക്ലിയർ ആക്കാനാ. എനിക്ക് ലൂസ് കണക്ഷൻ വേണ്ട. ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്ലഗിൽ സ്വിച്ചിൽ നേരം വെക്കുന്നവരെ ഓൺ ഓഫ് ആക്കിയാൽ ഒരു ലൈറ്റും വരത്തില്ല. ലൂസ് കണക്ഷൻ വരരുത്. അപ്പം സ്തോത്രം. അപ്പം അതാണ് വിഷയം വന്നത്. നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടത് എല്ലാം വിട്ടുകളഞ്ഞു. അന്ന് മുതൽ എനിക്ക് യാതൊരു ആരോട് ഭാരമില്ല. എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് കാര്യം നമ്മുടെ ലൈൻ ക്ലിയർ ആക്കണം. കർത്താവ് ജോജി പറഞ്ഞ പോലെ സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്ന് വരുമ്പോൾ ഈ കർത്താവിനോട് പോകണം. അതല്ലേ മിനിസ്ട്രി ചെയ്യുന്ന വേണ്ടിയല്ല. എനിക്ക് എന്റെ നമ്പർ 1 കോൾ കർത്താവ് വന്ന് എനിക്ക് സമിതി പോകണം. അതാണ് വിഷയം. അല്ലാതെ ഇന്ത്യ വലിയ മിനിസ്ട്രി ഉണ്ടാക്കണം എന്നൊന്നും, അതൊക്കെ സെക്കൻഡറി തിങ്. നമ്പർ 1 തിങ് ഇഫ് ജീസസ് കം ഐ വാണ്ട് ഗോ വിത്ത് ഹിം. പക്ഷെ മിനിസ്ട്രി ചെയ്യുന്നതെന്ന് പറയാൻ ദൈവം പറഞ്ഞ് ചെയ്യുന്നതിന് ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്തോളൂ. അതിനൊന്നും ആരുടെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ആവശ്യം വരത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് ദൈവം പ്രൊവൈഡ് ചെയ്തോളൂ. വേർ ഹി ലീഡ് ഹി പ്രൊവൈഡ്. whatever you need it, he will provide. He is the God of Elijah. ഏരിയാവിനെ കരിത്തോട്ടിലോട്ട് അയച്ചു. കരിത്തോട്ടിൽ പോയിരുന്ന എനിക്ക് ആരാ വെള്ളം തരുന്ന, ആരാ എനിക്ക് അപ്പം തരുന്ന ഒന്നും പറയേണ്ട. God will assign people to do it. മനുഷ്യരില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന അലാസ്കായി ആൾക്കാരെ കൊണ്ടുതരും നിനക്ക്. നമ്മൾ പറയാം അലാസ്ക വലിയ തണുപ്പാ മറ്റേതാ ഒന്നും കിട്ടത്തില്ലെന്ന് പറയും. അലാസ്കായി എന്ന് പറയും ആൾക്കാർ. ഞാൻ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ഒരു പ്രാവശ്യം ഫ്ലൈറ്റ് വന്നപ്പോൾ അവരെ ഈ ഫ്ലൈറ്റ് ഏതാണ്ട് വിഷയത്തിന് അലാസ്കായി കൊണ്ട് നിർത്തി. ഞാൻ വിചാരിച്ചു കർത്താവേ, ഞാൻ അലാസ്ക എന്ന് എപ്പോഴും പറയും. ഇപ്പൊ അലാസ്കായി കൊണ്ടുവന്നത് അവിടെ ഇൻഗ്രേഷൻ നടത്തി. 9/11 സമയത്താണ് ഞാൻ ഇന്ത്യയിൽ വരിക. അവിടെ കൊണ്ട് ഫ്ലൈറ്റ് നിർത്തി. 9/11 സമയത്താണ്. അപ്പം ഞാൻ പറയാൻ വന്ന വിഷയമുണ്ടല്ലോ, ജീവിതത്തിൽ വിട്ട് കളയേണ്ടത് എല്ലാം വിട്ട് കളയണം. ആരുടെങ്കിലും ഇന്ന് തന്നെ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കണം. വിട്ട് കളഞ്ഞില്ല പ്രാർത്ഥന മുന്നോട്ട് പോകത്തില്ല. പേജിലോട്ട് നമുക്ക് ഒത്തിരി ഈ ശബ്ദകോലാഹലമല്ല വിഷയം. ശബ്ദകോലാഹലം ഞാൻ എപ്പോഴും പറയുന്നത്, ശബ്ദകോലാഹലം വിഷയമാണെങ്കിൽ ഇസ്രായേൽമാർക്ക് ഫെലിസ്ത്യരുമായിട്ട് യുദ്ധത്തിന് തോറ്റു, 4000 പേര് മരിച്ചു. ഉടനെ അവർ ചിന്തിക്കുന്ന വിഷയമുണ്ട്, പെട്ടകം കൊണ്ടുവരാഞ്ഞിട്ടായിരിക്കും. പെട്ടകം ഇല്ലാഞ്ഞിട്ടായിരിക്കും തോറ്റത്. ആന്നു ഓക്കെ, പെട്ടകം കൊണ്ടുവരാൻ. ആരാ പെട്ടകം കൊണ്ടുവരുന്നറിയാം? ഒപ്പിയും പിന്നകാലത്തും ആ പെട്ടകം കൊണ്ടിരുന്ന. പെട്ടകം കൊണ്ടുവന്നപ്പം 1 ശമൂവേൽ 4-ാമത്തെ പിന്നെ സമയം എളുപ്പം വായിച്ചു. പെട്ടകം കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ നേരത്തെയും പറഞ്ഞ എനിക്ക് എല്ലാം ഇഷ്ടമുള്ള സംഭവം. പെട്ടകം കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ഭൂമി കുലുങ്ങുമാർ ആരാധിച്ചു. ഈ ഭൂമി കുലുങ്ങുക. അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നവരെല്ലാം കുലുങ്ങുക. കുലുക്കമുണ്ട്, യഹോവ ഇല്ലായിരുന്നു. ദൈവസാന്നിധ്യമില്ലാത്ത കുലുക്കമാണ്. ഭൂമി കുലുങ്ങുമാർ അവർ ആരാധിച്ചു. എല്ലാവരും പറഞ്ഞു. അപ്പൊ വെളിച്ചിന് പറഞ്ഞു യഹോവ അവരുടെ പാളയത്തിൽ വന്നെന്നാണ് വെളിച്ചിന് പറഞ്ഞു. ഇത്ര കുലുങ്ങി നമ്മൾ ആരാധിക്കുന്നു. യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. പെട്ടകം കൊണ്ടുവന്നെങ്കിൽ ദൈവസാന്നിധ്യമില്ല. പെട്ടകം അവരുടെ മധ്യത്തിലുണ്ട്. അവർ ആരാധിക്കുക. ഭയങ്കര ശബ്ദകോലാഹലോ. അപ്പം ആ വാക്യം ഒന്ന് വായിച്ചാൽ 1 ശമൂവേൽ 4-ാമത്തെ വാക്യം കിട്ടിയാലും പെട്ടെന്ന് വായിച്ചാൽ ശമൂവേലിന്റെ വചനം. ഫെലിസ്ത്യർ അഫേക്കിലും പാളയം ഇറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ ഇസ്രായേലിന് നേരെ അണിനിരുന്നു. പട അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പാളയത്തിൽ വന്നാണ് ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഒഫ്നിയും ഫീനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടു കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു.
യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്നെ ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? ഇസ്രായേലിനെ പരിമിതിയിൽ നിന്ന് സകലവിധ ബാധകളാൽ ബാധിച്ച ദൈവം ഇത് തന്നെ. ഫെലിസ്ത്യരെ ധൈര്യം കൊണ്ട് പുരുഷത്വം കാണിപ്പി. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആകരുത്, പുരുഷത്വം കാണിച്ച് പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ നമുക്ക് ആർക്കും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ആരാധനയ്ക്ക് മുമ്പ് എത്ര പേരാ മരിച്ചത്? 4,000. ആരാധന കഴിഞ്ഞിട്ട് എത്ര മരിച്ചത്? 30,000. അപ്പൊ ആരാധനയ്ക്ക് ഒന്നും വ്യത്യാസം ഉണ്ടായില്ലയോ? ഉണ്ടായി. ചിന്തിച്ചോണേ, ദൈവസാന്നിധ്യമില്ലാത്ത കുലുക്കങ്ങളൊന്നും പ്രയോജനമില്ല. കുലുക്കവും കോൺഫറൻസ് ഒക്കെ നടക്കും, ദൈവസാന്നിധ്യം ഉണ്ടോ എന്ന് ആഘോഷിച്ചേ. ദൈവസാന്നിധ്യമില്ലാത്തതെല്ലാം സുഖമടിക്കാം. 4,000 മരിച്ചോളൂ. നേരത്തെ ആരാധന കഴിഞ്ഞപ്പോൾ 30,000 മരിച്ചു. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാവമായിട്ട് എപ്പോഴും വലിയ ശബ്ദപോലാലങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ഞാൻ ഈ വാക്യം ഓർക്കും. കർത്താവേ, നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ? ദൈവസാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ശബ്ദപോലാലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. പ്രാർത്ഥനയ്ക്ക് ഉറക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. സംഗീതം ഉറക്കെ കേൾക്കുന്ന എനിക്ക് ആരാധിക്കുന്ന ശബ്ദം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതെല്ലാം നല്ലതാണ്. ദൈവസാന്നിധ്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദൈവസാന്നിധ്യത്തില പാപബോധം വരുന്നത്, ശബ്ദകോലാഹലത്തിലല്ല. ദൈവസാന്നിധ്യം ഉണ്ടോ പാപബോധം വരും. പാപികൾ മാനസാന്തരപ്പെടും. പാപങ്ങളെ ദൈവസാന്നിധ്യം ഉള്ളവർക്ക് കയറാൻ മനസ്സിക്ക് ഭയമാണ്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കേരളത്തിലൊക്കെ ഭയങ്കര ഉണർന്നു നടക്കുന്ന സമയത്ത് ആരാധനയുള്ള ചർച്ചിലോട്ട് ആൾക്കാർക്ക് പാപികൾക്ക് കയറാൻ മനസ്സ് ഭയമാണ്. കാരണം അവർ ചെയ്ത കാര്യമെല്ലാം വിളിച്ചു പോവുക. ഒരു കയറി വരുമ്പോഴും ഈ സ്ക്രീനെ വായിക്കുന്ന പോലെ വായിക്കുക. ഭയമായി ജനങ്ങൾക്ക്. എന്റെ വൈഫ് എന്നെ എപ്പോഴും പറയും, ഇവിടെ ഇടമണ്ണിൽ ആരാധന നടന്ന സമയത്ത് ആൾക്കാർക്ക് 5 ഏക്കറിൽ നിന്നൊക്കെ വരാൻ ഭയമായിരുന്നു. അവിടെ ആരാധന തീയങ്ങ് പറ്റിക്കൊണ്ടിരിക്കുക. ആരാധനയ്ക്ക് ദൈവസാന്നിധ്യമുണ്ട്. ദൈവസാന്നിധ്യത്തിൽ എന്തുണ്ട്? പാപബോധമുണ്ട്. പാപം ചെയ്തൊരു പാപം വിട്ടുകളയും. സ്തോത്രം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും. അതാണ് നമുക്ക് ആവശ്യമായിരിക്കും ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, പ്രൈസ് ലോർഡ്, അവിടെ വിടുതൽ നടക്കുന്നത്. ദൈവസാന്നിധ്യത്തിലാണ് സകലവും നടക്കുന്നത്. കാരണം അഭിനാദാവിന്റെ ഭവനത്തിൽ യഹോവയുടെ പെട്ടത് എത്ര വർഷം ഇരുന്നെന്ന് പറയും? 20 വർഷം ഇരുന്നു. പെട്ടവുണ്ട്, ദൈവസാന്നിധ്യമില്ല. 20 വർഷം ഇരുന്നു, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം ഉത്സാഹം കൊണ്ട് പോയപ്പോഴല്ലയോ എടുത്തോണ്ട് പോയപ്പോഴേ ഉത്സാഹം വീണത്. അത് ഞങ്ങളുടെ വീട്ടിൽ 20 വർഷം ഇരുന്നിട്ട് എന്താ ബ്രേസിലോടെ മോനെ മരിച്ചത്? കാരണം ദൈവസാന്നിധ്യമില്ലാതായി പോയി. ഒബേദോമിന്റെ ഭവനത്തിൽ 3 മാസമേ യഹോവയുടെ പെട്ടത് ഇരുന്നുള്ളൂ. അവിടെ വായിക്കുന്ന ഒബേദോം ഭവനത്തിലുള്ള എല്ലാവരെയും ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് യോശുവ ജനത്തോട് പോയത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾക്കുള്ളതിനെല്ലാം നിങ്ങളെ തന്നെ ദൈവത്തിന് ആവശ്യം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. നാളെ അത് ഇന്ന് തന്നെ അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യഹോവയുടെ പെട്ടകങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. എന്നോട് ആദ്യം പ്രസംഗിക്കുന്നു. സ്തോത്രം. വിടേണ്ടതിനെയൊക്കെ പൂർണ്ണമായിട്ട് വിടണം. അത് ഇതും ശരിയല്ല. കേരളത്തിൽ പറയുന്നത് കക്ഷത്തിലിരിക്കുന്ന പോകുന്ന ഉത്തരത്തെ പിടിക്കുന്നു. ഒരിക്കലും നടക്കത്തില്ല. കക്ഷത്തിൽ വിടണം. വിടാനുള്ളതൊക്കെ പൂർണ്ണമായിട്ട് പിടിച്ചുകൊണ്ട് പ്രൈസിലോട്
ക്രിസ്തുവേശു പരമുടൽ ലാസ്റ്റിലേക്ക് ഞാൻ ഓടുന്നു. പിൻപുള്ളതിലേക്ക് ചെപ്പും ചവറും എണ്ണിക്കൊണ്ട് ഇടാനുള്ളതിനൊക്കെ വിട്ടു പറഞ്ഞുകൊണ്ട് ക്രിസ്തുവേശു പരമുടൽ ലാസ്റ്റിലേക്ക് ഞാൻ ഓടുന്നു. നമുക്ക് മുന്നോട്ട് ഓടാം. ഇതിലൂടെ ഞാൻ ആദ്യം പറഞ്ഞ വിഷയം പിന്നെ എന്റെ ഉള്ളത്തിൽ കയറി വരിക. ആ മനുഷ്യന് സ്തോത്രം യോഹന്നാനുസരിച്ച് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം എന്നെ പിന്നെയും ചെയ്യും. 38 വർഷക്കാലമായി കുളക്കരയിൽ കിടക്കുക. ഓരോരുത്തരും ചാടാൻ നോക്കുമ്പോൾ വേറൊരാൾ മുമ്പേ പോകുന്നു. എന്നിട്ടും ഗിവപ്പ് ചെയ്തില്ല. നമ്മൾ ഗിവപ്പ് ചെയ്യരുത്. നിന്റെ അവസ്ഥ ഇങ്ങനെ കിടന്നാൽ നീ എല്ലാ പ്രാവശ്യം ചാടുമ്പം വരുമ്പോൾ ഓരോരുത്തരും മുമ്പിൽ പോകുന്നു. അങ്ങനെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞില്ല. എന്നാലും ഞാൻ യഹോവയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. നീ ഇങ്ങനെ കിടന്ന നിന്റെ അവസ്ഥ എന്താവും പലരും ചോദിക്കും. ഇല്ലില്ല, സമയം വരുമ്പോൾ നേരോട് വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ 430 വർഷം എവിടെ കിടന്നത്? മിസ്രൈമിൽ കിടന്നു. മിസ്രൈമിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടിക ഉണ്ടാക്കി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരവരുടെ സങ്കടത്തിൽ ദൈവത്തോട് നിലവിളിക്കുക. ആ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെത്തിയെന്ന്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് മോശയോട് ദൈവം പറയുന്നു. ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടു 2 പ്രാവശ്യം പറയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാനൊരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുക അത് വിടുവിക്കാൻ. കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ 400 വർഷമെന്നേ പറഞ്ഞുള്ളൂ. നിന്റെ സന്തതി 400 വർഷം അവിടെ അടിമയായിരിക്കും എന്ന് പറഞ്ഞുള്ളൂ. ഇപ്പൊ എത്ര വർഷം കിടന്നെന്നറിയാമോ? 430 വർഷം. കാരണം 400 ദൈവം പറഞ്ഞു. അയ്യോ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 400 അബ്രഹാമിനോട് പറഞ്ഞു. ഇപ്പൊ 400 കഴിഞ്ഞ് 410 15 16 17 20 21 22 കർത്താവ് ഒരാളെ വ്യക്തിയെ നോക്കി. നമ്മളെ ഓരോരുത്തരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ആരെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മോശയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ എന്നെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. നമ്മൾ ഫ്ലോറിഡയിലുള്ള ബ്രദറിന് വേണ്ടി മോശയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിസ്രൈമില് പ്രൈസിലോട് മോശയെ ദൈവം ആടുകളെ അടിച്ച് 2 വിഷയത്തിൽ മോശയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പേഷ്യൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരടിക്കടി മിസ്രൈമിനെ അടിച്ചു വന്നിട്ടാ ഓടിപ്പോയത്. അതെല്ലാം വിടാനുള്ളതിനെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമുടൽ ആക്ടിലേക്ക് ഓടുന്നു. ആ മോശയെ പറ്റി പിന്നെ പറയാൻ വിഷയമുണ്ടല്ലോ. ഇസ്രായേലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ സ്ഥാനങ്ങളോ മാനങ്ങളോ എല്ലാം ചപ്പും ചവറും എണ്ണിക്കൊണ്ട് ദൈവജനത്തോടുകൂടെ കഷ്ട അനുഭവിക്കുന്ന മോശ വിശ്വാസത്താൽ തെരഞ്ഞെടുത്തു. പലപ്പോഴും നമ്മൾ വിശ്വാസത്താൽ കയറി പിടിക്കാനാണ് നോക്കുന്നത്. ഇത് വിട്ടെന്ന്, വിശ്വാസത്താൽ വിട്ടെന്ന്. അയ്യോ ഞാൻ വിശ്വാസത്താൽ വിടുന്നു. യെസ്, വിശ്വാസത്താൽ ഞാൻ വിടുക. വിശ്വാസത്താൽ എന്നത് പിടിക്കാനൊന്നല്ല നോക്കുന്നത്. നീ എങ്ങനെ വിടുന്നത്? ഞാൻ വിശ്വാസത്താൽ വിട്ടെന്ന്. കാരണം കൊണ്ട് ഞാൻ പ്രതിഫലം നോക്കിക്കൊണ്ടാ ഓടുന്നത്. ഇവിടെ ഉള്ളതല്ല, സ്വർഗത്തിലുള്ള പ്രതിഫലം നോക്കിക്കൊണ്ടാ ഓടുന്നത്. അതുകൊണ്ട് എനിക്ക് വിടാൻ ഒരു പ്രയാസവുമില്ല സഹോദര. പ്രൈസിലോട് കർത്താവിന്റെ നാമനിമിത്തം എന്തെങ്കിലും വിട്ടാറുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് ഞാൻ വാലല്ല തലയാണ്. പിന്നെ വാലെന്ന് പറഞ്ഞാൽ ഈ വാല് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുക. തല അങ്ങനെ ആട്ടാൻ ഒക്കത്തില്ല. ഈ വാലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നടക്കുന്ന ഈ വാല്. അവര് പറയുന്നത് ശരിയാ, ഇവര് പറയുന്നത് ശരിയാ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, വാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുക. തലേന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, യു വിൽ ബി ദ ഹെഡ് നോട്ട് ദ ടെയിൽ എനിമോർ. എവിടെ പോയിരുന്നാലും ഉണ്ടല്ലോ ദൈവാത്മാവ് നിനക്ക് വചനം തരും. ആ വചനത്തെ മതി. യു വിൽ ബി ദ ഹെഡ്. അവിടെ വചനം നമ്മൾക്ക് വെളിപ്പെടും. വചനം ജീവനായിട്ട് വെളിപ്പെടും. വചനം ജീവശ്വാസമായി വെളിപ്പെടും. വചനം സൗഖ്യമായി വെളിപ്പെടും. ആരാ ഈ 30 വർഷക്കാലമായി കടന്ന മനുഷ്യന്റെ അടുത്തേക്ക് ആരാ കർത്താവാ വന്നു? വചനം വന്നെന്ന്. കർത്താവ് വന്നപ്പോ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ കിടക്കും അനേക നാളുകളായി സൗഖ്യമാക്കി കിടക്കെടുത്തോണ്ട് നടക്കാൻ കർത്താവ് പറയുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് അത് തന്നെ നമ്മളോട് കർത്താവ് പറയുന്നു. അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഭയപ്പെടേണ്ട. വിശ്വസിക്കാൻ മാത്രം മതി.
ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം മതി. വിഷയത്തിന്റെ വിടുതലിൽ ദൈവം ഒരു വാക്ക് സംസാരിച്ചാൽ ഇല്ലാത്തവനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇല്ലാത്തവനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക എങ്ങനെയാണെന്നറിയാമോ? ബൈ കൺഫസിങ് ഗോഡ്സ് വേർഡ്. ഇല്ലാത്തവനെ വിളിക്കുക. ഇല്ലാത്തവനെ വിളിക്കുന്നുണ്ടല്ലോ, ആൻസറിന് നമ്മള്. കാരണം വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്തവനെ വിളിച്ചു വരുത്തുക. പിന്നെ ബൈ കൺഫസിങ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനം നമ്മുടെ വായിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കണം. വേണ്ടാത്ത ഒന്നും പറയരുത്. വചനം വായിന്ന് പുറപ്പെടുമ്പോൾ നമ്മളൊരു വിശ്വാസിയായി മാറുക. വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസം സംസാരിക്കുന്നവനെ വിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം സംസാരിക്കുന്നവനെ വിശ്വാസി. ആത്മാവ് തരുന്ന വചനം ഒരു പോഷയെ പോലെ വിളിച്ചു പോവുക. വിളിച്ചു പോകുമ്പോൾ അവന്റെ വിശ്വാസിയായി മാറുക. അവന്റെ വായിൽ കാലേബ് വിളിച്ചു പറഞ്ഞ പോലെ കാലേബ് ജനത്തെ അമർത്തി, യഹോവ എന്നോട് പറയുകയാണെങ്കിൽ എനിക്കതിനെ ജയിച്ചടക്കാൻ കഴിയും. അയ്യോ, നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ. കണ്ടോ, എല്ലാം നിനക്ക് അതിലെയുള്ളവർ എത്ര പേരുണ്ട്? അവർ 1000കണക്കിനുണ്ട്. അത് കുഴപ്പമില്ല. ഞങ്ങൾ 2 പേരാ. ഞങ്ങൾ വിശ്വാസം സംസാരിക്കുന്നവരാ. അവരെല്ലാം മരുഭൂമി പട്ടുപോയി. മന്ന കഴിച്ചവരാണ്. ചെങ്കടൽ കടന്നവരാണ്. ചെങ്കടൽ സ്നാനത്തിന് മുൻകുറിയാണ്. മന്ന എന്നും കഴിച്ചവരാണ്. മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ യോശുവായും വിശ്വാസത്തിന് വേണ്ടി നിന്നപ്പോ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് യോശുവായുടെ കാലേബ് പറയുന്നു, മോശെ എന്നെ അയച്ച നാളിലെ വിശ്വാസം എനിക്കിപ്പോഴുണ്ട്. ഞാൻ അവിശ്വാസികളുടെ കൂടെ നടന്നെങ്കിലും എന്റെ വിശ്വാസത്തിന് ക്ഷീണം വന്നിട്ടില്ല. കാരണം ഞാൻ വിശ്വാസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം ഉത്ഭവിക്കാത്ത എല്ലാം പാപം. വിശ്വാസം സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ വിശ്വാസം വർക്ക് ചെയ്യത്തുള്ളൂ. സ്തോത്രം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതുകൊണ്ട് യോശുവയോട് പറയാ, മോപ്രേജിലോടെ, അതുകൊണ്ട് ഈ മല വിട്ടു തരിക. യഹോവ എന്നോട് കൊണ്ടെങ്കിൽ എനിക്കതിന് ജയിച്ചടക്കാൻ കഴിയും. കാരണം ഞാൻ നിന്റെ മോശെ എന്നോട് പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവയോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് നീ കാല് വെച്ച ദേശത്ത് നീ കടക്കുമെന്ന് മോശെ എന്നോട് പറഞ്ഞു. ഇതാ ജീവനോട് യഹോവ എന്നെ വെച്ചിരിക്കുന്നു. എനിക്ക് 85 വയസ്സായി. എന്റെ വിശ്വാസത്തിന് ക്ഷീണം, പ്രായമൊക്കെ ആയി. പക്ഷെ വിശ്വാസത്തിന് ക്ഷീണം വന്നിട്ടില്ല. വിശ്വാസത്തിന് ഞാൻ ക്ഷീണിച്ചു പോയിട്ട് പ്രായം ക്ഷീണിച്ചിരിക്കും. എന്റെ വിശ്വാസത്തിന് ക്ഷീണം വന്നിട്ടില്ല. അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. സ്വത്ത് എന്റെ രക്ഷ അവന് ഉണ്ടായി തെളിയിച്ചു കൊടുക്കും. സാക്ഷി ഉയർത്തിലും എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലും ജീവിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ സാക്ഷ്യം ഉണ്ടല്ലോ, ഇപ്പോഴും എന്നുള്ള വാക്യം വായിക്കും യോബിന്റെ പുസ്തകത്തിൽ. ഇപ്പോഴും എന്റെ സാക്ഷ്യം ഉയർത്തിലും എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലും ജീവിക്കുന്നു. നമ്മുടെ സാക്ഷ്യം ഇവിടെ ഉണ്ട്. നമ്മൾ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന സാക്ഷ്യം. സാക്ഷ്യം ഉയരത്തിലുണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വാസം ക്ഷീണിച്ചു പോയിട്ടില്ല. സ്തോത്രം. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നലെ വൈകിട്ട് റെസ്റ്റ് എടുക്കാൻ നേരം പെട്ടെന്നൊരു പാട്ട് എൻ്റെ ഉള്ളത്തിലേക്ക് വന്നു. അങ്ങനെ വിചാരിച്ചു എന്നാൽ എഴുതി വെക്കണം, രാവിലെ ഒന്ന് പാടുന്നു വിചാരിച്ച് ഞാനങ്ങ് മറന്നുപോയി. ഇന്ന് രാവിലെ പാടിക്ക് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്ത്, കർത്താവേ ആ പാട്ട് ഓർക്കുന്നില്ല. ഞാൻ പാട്ട് പുസ്തകം തിരിഞ്ഞു നോക്കിയപ്പോൾ തിരിച്ചപ്പോഴല്ലോ അത് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഞാൻ ആ പാട്ട് പഠിച്ചോട്ടെ. കാവേളനാദവും കാലമാ വാനിൽ നീ വേഗത്തിൽ ശോഭിക്കും ആത്മമാണാളനാ നിൻവരവിൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണും ഞങ്ങൾ ഒരുക്കിയിടണമേ സ്വർഗനാഥ. വാനിൽ നിന്നു ഞങ്ങളിൽ ആണ്ടുകൾ ആകവേ തീർന്നിടും കൈകൾ
നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേ ഗണമേ സ്വർഗദാതാ. ഈ വേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുളായി ദേവാ